ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു മുട്ട കേക്ക് ഉണ്ടാക്കാൻ പോകാമെന്ന്. അതിന് 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെക്കുന്നതിന് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി ഞാനിതാ 3 മുട്ടയെടുത്ത് ഒന്ന് ഉടച്ച് ഇതിലേക്ക് ഒഴിക്കാൻ പോകാം, ഒരു പാത്രത്തിലേക്ക്. ഇനി ഞാൻ ഈ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ബീറ്റർ വെച്ചിട്ടാണ് ഇത് കടഞ്ഞെടുക്കുന്നത്. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കടഞ്ഞെടുക്കാം, പിന്നെ മിക്സിയിൽ കടയുന്നുണ്ടെങ്കിൽ കടഞ്ഞെടുക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ കടഞ്ഞെടുക്കാം. അതുപോലെ ഓവണും ഉള്ളവർക്ക് ഓവണിൽ ചൂടാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചൂടാം. ഇന്ന് ഞാനിപ്പോൾ ഇതാ ബീറ്റർ കൊണ്ടാണ് കടയാൻ പോകുന്നത്. ഞാൻ നന്നാക്കി കടഞ്ഞെടുക്കുന്നു. ഇത് ഞാൻ ബീറ്റർ കൊണ്ട് കടഞ്ഞ് ശരിയായി വന്നിട്ടുണ്ട്. ഇനി കടഞ്ഞ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം കടഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഈ പൊടി മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേച്ചാക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ചാക്കി ഇടാവൂ. എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നായിട്ടിട്ടാൽ ഇത് കട്ട കെട്ടും, നന്നാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചിട്ട് നന്നാക്കി. ഇത് പണ്ടേ കേക്ക് ഇങ്ങനെയാണ് ചുട്ട് വരുന്നത്. ഇതിൽ ഞാനിതാ കാരം കൂട്ടിയിട്ടില്ല, സൺഫ്ലവർ ഓയിൽ കൂട്ടിയിട്ടില്ല, ഒന്നും കൂട്ടിയിട്ടില്ല. എളുപ്പത്തിൽ കൈ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടുതലായിട്ട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേക്കിന്. കുറച്ചിട്ട് ഇങ്ങനെ ഈ കോല് കൊണ്ട് ഇളക്കിയെടുക്കുക. ബീറ്റർ ഇല്ലാത്ത പോലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് സ്പൂണ് കൊണ്ട് ഇങ്ങനെ മെല്ലെ ചെറിയ സ്പൂണ് കൊണ്ട് ഇളക്കി എടുക്കുക. ഇതിപ്പം ഞാൻ ബീറ്റർ വാങ്ങിയതിനെ കൊണ്ടാണ്. ഞാനും പിന്നെ ഇതുകൊണ്ടാണ് ഒരു 60-65 ഉറുപ്പ്യൊക്കെ ഉണ്ട് ഒരു കടയുന്ന സാധനം കിട്ടാൻ. അത് ഒരു മിഷ്യൻ തന്നെ കൈ കൊണ്ട് കടയുന്ന, അതുകൊണ്ട് നല്ലോണം കേക്ക് നന്നാവും. ഞാൻ അതുകൊണ്ടാണ് കടയൽ. ഇതിപ്പോൾ ഞാനിതുള്ളതിനെ കൊണ്ടാണ്. കട്ട കെട്ടാണ്ട് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കുറച്ചിട്ടാൽ. എത്രയോ കൊല്ലം മുന്നേ ഞാൻ കേക്ക് ചുടുന്നത് ഇങ്ങനെയാണ്. പണ്ടൊക്കെ ഞങ്ങൾ ചുടൽ കടയോലും ഉണ്ടാകും. കടയോല് ഈ മോരൊക്കെ കലക്കുന്ന കടയോലില്ലേ, അതുകൊണ്ട് കടഞ്ഞെടുത്തിട്ടാണ് ഇങ്ങനെ മൈദ ഇട്ട് കൊടുക്കുക. സ്പൂൺ കൊണ്ട ഈ അളവിനാണ്. ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ കുപ്പി ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ കുപ്പി ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പഞ്ചസാര ഇടേണ്ടത്, 1 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇടുന്നത് ഈ കപ്പിനാണ് എല്ലാം ഇടുന്നത്. ഇത് അലൂമിനിയത്തിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ നല്ലോണം കുക്കറിലും ചുട്ടെടുക്കാം. ഇതിവിടെ ഞാൻ സ്റ്റീലിൻ്റെ കുക്കറായതിനെ കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അലൂമിനിയത്തിൻ്റെ കുക്കർ ആകുമ്പോൾ വേഗം ചുട്ടെടുക്കുക. സ്റ്റീലാകുമ്പോൾ നമുക്ക് കുറച്ച് അടി പിടിച്ച് കളി. അതിനെ കൊണ്ടാണ്. എല്ലാവരും ഒന്ന് ഈ വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക.
ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പൊടിയെല്ലാം നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അടുപ്പ് ഗ്യാസുമേൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഇതൊന്ന് 4 പുറമൊന്ന് പുരട്ടി കൊടുക്കുക. ഇത് നെയ്യ്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതാ ഒരു ബട്ടർ പേപ്പർ, ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഓപ്ഷനാണ്. ഇത് വെക്കാം. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഗ്യാസ് ഓണാക്കിയത് ഗ്യാസുമേലേക്ക് വെച്ച് കൊടുക്കാൻ പോകുകയാണ്. ഇനി നമ്മളെ കേക്ക് ഏതാണ്ട് ശരിയായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ 4 മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ കേക്ക് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഒന്ന് ചൂട് തണിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ജെംസ് ഒക്കെ ഇടണ്ടേ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. മൂന്ന് മുട്ട, 100 പഞ്ചസാര, മൈദ 100 വേണ്ട, 1 കപ്പ് 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ. ഇതാണ് ഇതിൻ്റെ കണക്ക്.